ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പൗലോസേട്ടൻ്റെ അടുക്കളയിൽ കയറിയപ്പോൾ അലീന കുറച്ച് കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസേട്ടൻ കുറേ പച്ചക്കറികളൊക്കെ കേടാണെന്ന് പറഞ്ഞ് നമ്മുടെ ജോലിക്ക് വരുന്ന സ്ത്രീക്ക് കൊടുത്തയക്കുന്നു. ഇതൊക്കെ കൈയോടെ അലീന കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല പച്ചക്കറികളൊക്കെ ചീത്തയാണെന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. കുറേ തലേന്ന് വെച്ചുണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളും ആ സ്ത്രീക്ക് കൊടുത്തയക്കുന്നുണ്ട്. കിച്ചണിൽ ചെന്നപ്പോൾ അലീന ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മുടെ വലിയപ്പച്ചനോട് ചെന്ന് പറയുന്നുണ്ട്. അടുക്കളയിൽ കുറേ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്നും കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ വേസ്റ്റാക്കി കളയുന്നുണ്ടെന്നും അലീന വലിയപ്പച്ചനോട് പറയാണ്. നീ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചേക്കെന്ന് വലിയപ്പച്ചൻ പറയുന്നു. പക്ഷെ അലീനയ്ക്ക് അത് പറ്റുന്നില്ല. ഉടനെ അലീന പറയുന്നു, താൻ അനാഥാലയത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചതെന്നും അവിടെയുള്ളവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവതുല്യമായി കിട്ടുന്നതാണെന്നും അലീന പറയുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതൊന്നും കണ്ടു നിൽക്കാൻ തനിക്ക് പറ്റില്ല എന്ന് അലീന പറയുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിൽ വളർന്നതാണെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്? അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഒരു കുറച്ചിലാണെന്ന് വല്യപ്പച്ചൻ പറയുന്നു. താൻ അനാഥാലയത്തിലാണ് ജീവിച്ചതെന്നും അത് മറ്റുള്ളവരോട് പറയുന്നതിൽ തനിക്ക് ഒരു മാനക്കേടുമില്ലെന്നും അലീന പറയുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ വല്യപ്പച്ചൻ പറയാണ്, നീ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ ജീവിക്കുന്നത്, അതിലും നല്ല മെച്ചപ്പെട്ട നിലയിലെത്തിയില്ലേ, ഇനി നീ അതൊന്നും ഓർക്കേണ്ട ആവശ്യമില്ലെന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ, അതൊന്നും മറന്നിട്ട് തനിക്കൊരു ജീവിതമില്ലെന്ന് അലീന പറയുന്നു. കാരണം താൻ പിച്ച വെച്ചതും നടന്നതും 23 വർഷം തനിക്ക് അന്നമൂട്ടിയതും ആ അനാഥാലയമാണ്. അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്ന നാളുകളുണ്ടായിരുന്നെന്നും അലീന പറയുന്നു. അതുകൊണ്ട് തനിക്ക് ഭക്ഷണത്തിൻ്റെ വില നന്നായി അറിയാമെന്നും ഇവിടെ ഒഴിവാക്കുന്നത് കാണുമ്പോൾ തനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നും അലീന വല്യപ്പച്ചനോട് പറയുകയാണ് ചെയ്യുന്നത്. നിൻ്റെ ആദർശങ്ങളും തീരുമാനങ്ങളും നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ആ വഴിക്ക് തന്നെ നടക്കെന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ അലീനയെ സമാധാനിപ്പിക്കുന്നു. അലീന തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ഫ്രണ്ട് അലീനയെ സമാധാനിപ്പിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പോന്ന വല്യപ്പച്ചൻ സ്റ്റാലിൻ ജോസഫിൻ്റെ അനിയനായ റോബിച്ചനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. റോബിച്ചൻ ചോദിക്കുകയാണ്, അപ്പച്ചൻ പോയിട്ട് കുറേ ആയല്ലോ, അവിടെ വന്ന പെണ്ണിൻ്റെ കാര്യമൊക്കെ എന്തായി, അവൾ പോയോ? അവൾ പോയിട്ടില്ലെന്നും അവളെ പറഞ്ഞയക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്നും നമ്മുടെ വല്യപ്പച്ചൻ ആ റോബിച്ചനോട് പറയുന്നു. അവളെന്താ അത്രയ്ക്ക് വലിയ പുള്ളിയാണോ? എവിടുന്നോ വന്ന ഒരു പെണ്ണ് പെട്ടെന്ന് നമ്മുടെ ലാലിച്ചൻ്റെ മോളാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ റോബിച്ചൻ ചോദിക്കുകയാണ്. ഉടനെ തന്നെ അപ്പച്ചൻ പറയാണ്, അവൾ ലാലിച്ചൻ്റെ മോള് തന്നെ. അതെങ്ങനെ അപ്പച്ച ശരിയാവുന്നേ? നമ്മുടെ ലാലിച്ചന് പെട്ടെന്നൊരു മോളുണ്ടെന്ന് അറിഞ്ഞാൽ അത് കുടുംബത്തിനൊക്കെ വലിയ നാണക്കേടല്ലേ. അതുകൊണ്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കണം. നമ്മുടെ വല്യപ്പച്ചൻ ഉടനെ തന്നെ പറഞ്ഞു, അതൊന്നും നടക്കില്ല, അവൾ ലാലിച്ചൻ്റെ മോള് തന്നെ, അവളെ പെട്ടെന്നൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. റോബിച്ചൻ ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഈ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം, നീ അവിടെ തന്നെ നിന്നോ. അവളെ അത്ര പെട്ടെന്നൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല, അവൾക്ക് നമ്മുടെ ലാലിച്ചനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അവൾ മദ്യപിക്കുന്നതിനൊക്കെ എതിരെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം കയറി വന്നൊരു പെണ്ണിന് ലാലിച്ചനെ വിട്ടുകൊടുക്കുകയാണോ? റോബിച്ചൻ ചോദിച്ചു. അതൊന്നുമല്ല, അവൾ ശരിക്കും ലാലിച്ചൻ്റെ മോള് തന്നെ, അവൾക്ക് ലാലിച്ചനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അവൻ്റെ മദ്യപാനമൊക്കെ നിനക്കും അറിയാലോ, അതൊക്കെ നിയന്ത്രിക്കാൻ അവൾക്ക് പറ്റും. എന്തായാലും താൻ അങ്ങോട്ട് വരണമെന്ന് റോബിച്ചൻ ചോദിക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ ഇതെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ വല്യപ്പച്ചൻ ഫോൺ കട്ട് ചെയ്തു. അലീന വീണ്ടും കിച്ചണിലേക്ക് ചെന്നു. അവിടെ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അലീന അതെടുത്തപ്പോൾ പൗലോസേട്ടൻ പറഞ്ഞു, അതെടുക്കരുതെന്നും. അലീന എന്തിനാ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുന്നത്, അത് നോക്കാൻ താനില്ലേ എന്നും പൗലോസേട്ടൻ ചോദിച്ചു. അലീനയ്ക്ക് ഇത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. തൻ്റെ അടുക്കളയിൽ താൻ വരുന്നതിന് നിയന്ത്രിക്കാൻ പൗലോസേട്ടൻ ആരാ എന്ന് അലീന ചോദിച്ചു. അലീന അവിടെ കൊണ്ടുവച്ച 2 കിലോയുടെ മീനും കണ്ടു. ഇതെന്തിനാ ഇത്രയും വാങ്ങിയതൊന്നും, ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് താനൊന്ന് കാണട്ടെ എന്നും അലീന പൗലോസേട്ടനോട് പറഞ്ഞു. ഉടനെ തന്നെ തനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അലീനയെ മുഷിപ്പിച്ചു. വേറെ ജോലിയൊക്കെ താൻ പറഞ്ഞ പണി കഴിഞ്ഞിട്ട് മതിയെന്ന് അലീന കർക്കശമായി പൗലോസേട്ടനോട് പറഞ്ഞു. ആവശ്യമില്ലാതെ ഫുഡ് വേസ്റ്റാക്കുന്നത് അലീനയ്ക്ക് തീരെ പിടിച്ചില്ല. അതുകൊണ്ട് പൗലോസേട്ടൻ്റെ ഈ നടപടി നിർത്തണമെന്ന് അലീന കർക്കശമായി പൗലോസേട്ടനോട് പറയുകയാണ് ചെയ്യുന്നത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയണേ. ബാക്കി കഥ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.